അപ്പം ഗൈസ്, ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 ആണ് കളിക്കാൻ പോകുന്നത്. ആദ്യം ഷുഗർ പൗഡർ വാങ്ങാം. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇനി ഇത് വാങ്ങാം, പർച്ചേസ്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് അല്ല അതൊട്ട് എക്സിറ്റ് അടിച്ചിട്ട് മാനേജ്മെൻറ്റിൽ ചെല്ലണം. അതിന് പ്രൊഡക്റ്റ് ലൈസൻസ് വേണ്ട, നമുക്ക് അതും വായിക്കണം. അതിന് കുറച്ച് പൈസ കൂടി വേണം. അമ്മച്ചി, ഞാൻ കട അടയ്ക്കാൻ മറന്നുപോയി. അയ്യോ, ഓനോ ഗായ്സ്. അപ്പം രാത്രി ആയിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഇടാൻ പറ്റും. അപ്പം ഞാൻ ഇവർക്കൊക്കെ ഒന്ന് പൈസ അടിച്ചു കൊടുക്കട്ടെ. ക്രെഡിറ്റ് കാർഡ് എത്ര രൂപ? 4.83. എനിക്ക് പൈസ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാനില്ലേ കഴിഞ്ഞ വീഡിയോയിലെ ഇത് കളിച്ചായിരുന്നു സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അതിൽ ഞാൻ കളിച്ചിട്ട് സേവ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. അതായിരുന്നു കുഴപ്പം. ബാലൻസ് ഒരു പോലും കൊടുക്കാൻ പറ്റില്ല. ഒരു പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ്. ഇത്ര എണ്ണം പഞ്ചാരപ്പൊടി. എത്ര രൂപ? അടുത്ത ആളിപ്പോൾ വരും. എന്തോ പറഞ്ഞു ഒരാള്. ഗൈസ്, ഈ ആൻറ്റി എന്തിനാണ് ബില്ലടിക്കുന്നതെന്ന് നല്ല സാധനം വായിച്ച് ഓക്കെ തിരിച്ച പൈസ കിട്ടുള്ളൂ. എടുത്ത് 5 എത്ര ഡോളർ? 10.5. നമുക്ക് 100 രൂപ കൊടുത്ത് നോക്കാം. ഓക്കെ, ഷുഗർ പൗഡർ തന്നെ ഗൈസ് ഈ സ്റ്റോറിലുള്ളത്, വേറൊന്നുമില്ല. നമുക്ക് അത് മാത്രമല്ല, ഇവിടെ ഒരു ഫ്രിഡ്ജൊക്കെ വായിക്കാൻ പറ്റും. പിന്നെ വേറെ കുറേ സാധനം വായിക്കാൻ പറ്റും. ഞാൻ ബില്ലടിച്ചു കൊടുക്കട്ടെ. 4.83. ഓക്കെ, ഇനി അടുത്ത ആളായിരിക്കും ഗൈസ്. അതുപോലെ നമുക്ക് ഇവിടെ കണ്ട ഒരു സാധനം ഈ നോണിൻ്റെ താഴെ കയ്യിൽ വെച്ചുകൊണ്ട് ബില്ലടിക്കുന്നത്, അതൊക്കെ എപ്പോഴാണ് എന്തുകൊണ്ടൊക്കെ ആവുന്നത് ഗൈസ്. അത് മാത്രമല്ല, ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഏറ്റവും പണ്ടേ പോകുമെന്നു നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഇത് അത് നോക്കണം. ഞാനേ ഇത് കയറി നോക്കട്ടെ. യെസ് ഗൈസ്, ഞാനേ എന്നോട് സ്റ്റോറേജ് ഈസ് ലോക്ക്ഡ്. ഗൈസ്, നല്ല പൈസ ആവും അത് ഓപ്പൺ ചെയ്ത്. അപ്ഗ്രേഡ് യുവർ സ്റ്റോർ ടു കസ്റ്റമൈസേഷൻ ഹയറിങ്. ക്യാഷ് രജിസ്റ്റേർഡ്. ഗൈസ്, എല്ലാവർക്കും നല്ല പൈസ ആവും. അതെല്ലാം ഓരോ ദിവസം വെച്ച് കൊടുക്കുകയും ചെയ്യണം. സെക്ഷൻ 2 എക്സ്പാൻഡ് ബൈ 4 മീറ്റർ. എക്സ്പാൻഡ് ചെയ്യാനും കുറച്ച് പൈസ ആവും ഗൈസ്. എല്ലാത്തിനും നല്ല പൈസ. ലൈസൻസ് ഒന്നും ഇപ്പോൾ വേണ്ട.
ഗായ്സ് എനിക്കാണെങ്കിലേ ജലദോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ എൻ്റെ സൗണ്ടിന് വല്ല കുഴപ്പമുണ്ടെങ്കിലേ ഇത് അഡ്ജസ്റ്റ് ചെയ്യണേ. റോഡിൽ സ്യൂർ ഞാനും എൻ്റെ കടയിൽ വന്നു. അയ്യോ രാത്രി 9 മണി എൻ്റെ കാര്യം. അയ്യോ ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചില്ല. ഡേ 3 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡേ 3 വരെ ഇരുന്ന് കളിച്ചത്. ഞാൻ ഗെയിം സേവ് ചെയ്യാൻ മറന്നുപോയി. അതാണ് ഗൈസ്. ഈ സാധനമൊക്കെ തീരാറായി. ഇതായിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലോസ് ഓപ്പൺ. അയ്യോ ഗൈസിനെ എന്തെല്ലാം പിടിച്ച് താത്തതായിരുന്നു. ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഗൈസ്. കട തുറന്നിട്ടുണ്ട്. രാവിലെ കുറേ പേര് വാക്കിങ്ങിന് ഇറങ്ങി. ഇനി വാക്കിങ്ങിന് ഇറങ്ങിയാണ് അല്ലെങ്കിൽ കടയിൽ കയറാൻ വന്നതാണ്. എന്തായാലും കടയിൽ കയറില്ല, അതെനിക്കറിയാം. ഇതുവഴി ആരൊക്കെ പോണം. അയ്യോ ഞാൻ സ്റ്റക്കായി. ചാടിയവരായിരുന്നു. ഞാൻ ചാടി വന്നു. ഈ സൈക്കിൾ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഇതൊന്ന് റോക്കറ്റ് പോലത്തെ സീറ്റ്. അയ്യോ കസ്റ്റമർ അവിടെ നിൽക്കുന്നു. ഞാൻ ചെന്ന് ബില്ലടിച്ചു കൊടുക്കട്ടെ. അയ്യോ കയറി കയറി കയറി. ചെക്കൗട്ട്. ബില്ലടിച്ചിട്ടുണ്ട് ഗൈസ്. എത്ര 4.83. ഗൈസ് ഇല്ലേ ഓരോന്ന് ഇൻഡയറക്റ്റ് ചെയ്യണത് എൻ്റെ സ്ക്രീനിൻ്റെ അവിടെയാണ് വന്നത്. സ്ക്രീനിൻ്റെ തൊട്ട് സൈഡിലാണ് നിൽക്കുന്നത്. അത് മാറ്റി വേറെ സൈഡിൽ വെക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് സ്ക്രീനിൽ എൻ്റെ കൈ ഇപ്പോൾ പറഞ്ഞത്. അയ്യോ പൈസ അല്ല തന്നെ 15. നിങ്ങളില്ലേ അടുത്ത പ്രാവശ്യം കമൻറ്റിൽ ഇട്ട് ആ ഇൻഡയറക്റ്റ് ചെയ്യണത് വേറെ സൈഡിൽ വെക്കാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഫേസിൽ ക്യാമറ ഇട്ട് കളിക്കില്ല. അയ്യോ ഗായ്സ് നമുക്ക് പൈസ കൊടുത്ത് ഈ ഗെയിമിൽ പൈസ വാങ്ങാൻ പറ്റും. അയ്യോ സാധനമെല്ലാം തീർന്നു പോയി. ഞാൻ കട അടയ്ക്കിട്ട് അല്ലെങ്കിൽ എൻ്റെ XP കുറഞ്ഞു പോയി. ഓപ്പൺ ചെയ്ത് ക്ലോസ്. ഈ 2 പേരും കൂടി ഉള്ളു ബില്ലടിക്കാൻ. ഈ 2 പേർക്കുള്ള സാധനം കൂടി ലാസ്റ്റ് ഉണ്ടായിരുന്നു. അവരതെടുത്ത്. ഗൈസ് നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ലൈസൻസ് കിട്ടി. അത് ഇവർക്ക് ഇയാൾക്കും കൂടി ഈ മാമനും കൂടി അടിച്ചു കൊടുത്തിട്ടേ ആ ലൈസൻസ് വാങ്ങാം. ഓക്കെ ഇനി ലൈസൻസ് വാങ്ങാം പ്രൊഡക്റ്റിൻ്റെ. അയ്യോ മാനേജ്മെൻറ്റ്
ഓക്കെ കണ്ട പർച്ചേസിൻ്റെ സാധനം പച്ചയായിട്ടിരിക്കുന്നത്. പർച്ചേസ് ഓതോ പണ്ട് എഴുതി കടിച്ചിരിക്കുന്നത്. ഞാൻ ചെന്നിട്ട് നോക്കട്ടെ. മാർക്കറ്റ്. ഓ കിട്ടി. കുപ്പിയിൽ വെള്ളം, മുട്ട, കോഫി ഡ്രിങ്കിൻ്റെ സാധനം. അയ്യോ എൻ്റെ ഒരു കുറച്ച് പൈസയേ ഉള്ളൂ. ഞാൻ എൻ്റെ പൈസയ്ക്ക് പറ്റിയ സാധനം വാങ്ങാം. എൻ്റെ പൈസയ്ക്ക് പറ്റിയതൊന്നുമില്ല. $7 എന്തൊരു വാങ്ങും. അയ്യോ ഫ്ലോർ ഭാഗ്യം വായിക്കാൻ പറ്റിയറിഞ്ഞു. ഗൈസ് ലക്കാണ് ലക്ക്. ഗൈസ് നമുക്ക് ഈ സാധനം വാങ്ങാം. ഫ്ലോർ ഇത് ഈ 6 എൻ്റെ $7 ഇത് 6 ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത. ഗൈസ് 39 കോയിനില്ലേ, എന്തോന്ന് 39 കോയിനും കൂടിയാണ്. എന്നാലേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും പറ്റുമോ? 2 സാധനമില്ല. ഫ്ലോർ മാറ്റിക്കോ. പർച്ചേസ് ചെയ്യാൻ പറ്റൂലേ ഗൈസ്? നമുക്കൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റണില്ല. ഐഡി നമുക്ക് ലോൺ എടുക്കാം. ലോൺ ടേക്ക് ലോൺ, പേ ഓഫ് ഏർലി. നാളെ രാവിലെ കൊടുക്കണോ പൈസ? 3 രൂപയെ ഇത് ഗൈസ്. നമ്മൾ പേ ചെയ്യില്ലെങ്കിൽ എന്തിനു പറ്റുന്നത്? വെള്ളം വായിക്കുക, മുട്ട, പിന്നെ ടീ ബ്ലാക്ക്, ഇത്രയും സാധനം വായിക്കുക. അയ്യോ പാസ്ത വേണ്ട. ഓക്കെ ഗൈസ് പർച്ചേസ് ഉണ്ട്. ഗൈസ് ഇത്രയും സാധനം വായിച്ച് ഗൈസ് ലോൺ അടയ്ക്കണം. അതാണ് എനിക്കൊരു പേടി. അടച്ചില്ലെങ്കിൽ എന്തിനു പറ്റുമെന്തോ. ഗൈസ് നമുക്ക് പെട്ടെന്ന് അടയ്ക്കണം. ക്ലോസ് ചെയ്യാനോ? അയ്യോ ഗൈസ് നമുക്ക് രാത്രി തന്നെ എല്ലാം എന്തോന്ന് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കണം. രാത്രി ഉറക്കമില്ലാതെ സെർവ് ചെയ്യണം. അയ്യോ ഗൈസ് ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കുള്ളതാ. അമ്മച്ചി ഞാൻ പോയി. ഇതിവിടെ വയ്ക്കാൻ പറ്റും. രാത്രി കണ്ണെണ്ണാൻ പറ്റാതെയാണ് ഇവിടെ ജോലി ചെയ്യണം. അയ്യോ ആരെങ്കിലും കടയിൽ വന്നാൽ മതിയായിരുന്നു. ഗൈസ് ഈ രാത്രി സാധനം വായിച്ചതേ പാളിപ്പോയി. ആരും ഇപ്പം ഇവിടെ ഇല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ് വായിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരാൾ അപ്പുറത്തെ വഴിക്ക് കൂടി പോയി. ഇതാരുമില്ല. ക്ലോസ് ചെയ്താലേ? ക്ലോസ്. സ്റ്റാർട്ട് നെക്സ്റ്റ് മാർക്ക്.
മാർക്കറ്റ് പ്രൈസ് ചേഞ്ച്ഡാ. അയ്യോ, ഇവിടെ ഞാൻ വിചാരിച്ച ഞാനില്ലേ ആ വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ട് കളഞ്ഞത് ഡസ്റ്റ്ബിന്നിൽ. ഒറ്റ ഫ്രിഡ്ജിലാണ് നോക്കിയുള്ളത്. ഫ്രിഡ്ജിലാണെങ്കിൽ പെട്ട്. അയ്യോ ഗൈസ്, ഫ്രിഡ്ജിൽ തന്നെ. അയ്യോ, പർച്ചേസ് ഫ്രിഡ്ജ് ഓർ ഷെൽഫ്. ഫ്രിഡ്ജ് ഹലോ, ഐ ആം ഷൈനി. ഗൈസ്, ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നു. മാനേജ്മെന്റ് ഇല്ലല്ലേ, ബാങ്ക്. പേയ്മെന്റ് 630. പേയ്മെന്റ് അങ്ങനെ പേ ചെയ്ത് പേയ്മെന്റ്. രക്ഷപ്പെട്ടു. കുറച്ച് പൈസ പേ ചെയ്താൽ മതിയായിരുന്നു. രക്ഷപ്പെട്ട എന്തോ. മാർക്കറ്റ് പ്രൊഡക്റ്റ് അല്ല, ഫർണിച്ചർ, ഫ്രിഡ്ജ്. അയ്യോ, ഫ്രിഡ്ജ് സിംഗിളാ, ഫ്രിഡ്ജ് ഡബിള്, ഫ്രീസർ, ഫ്രിഡ്ജ് സിംഗിൾ വാങ്ങാം, ഡബിൾ വാങ്ങാല്ലേ. ഗൈസ് വാങ്ങി. വലിയ സാധനമായിരിക്കും പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞു സാധനം. ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം. ഇത് ഇവിടെ വെച്ച് ഇങ്ങോട്ടുണ്ട്. ഈ ഷെൽഫ് എടുത്ത് ഷെൽഫ് ഇങ്ങനെ വയ്ക്കുക. ഇപ്പം കുഴപ്പമില്ല, കണ്ട. ഇപ്പം കുഴപ്പമില്ല. നടക്കൂടി ഒരു കുഞ്ഞു ഗ്യാപ്പുണ്ട്. ഒന്നും കുഴപ്പമില്ല ഗൈസ്. ഹലോ, ഐ ആം ഷൈനി. ബ്ലാക്ക്. അവിടെ ബ്ലാക്കേ ഉള്ളൂ. നോ പ്രോബ്ലം. കൊടുക്കുള്ള 44 കോയിൻ. കറക്റ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ ഫ്രിഡ്ജ് എടുത്ത് അവിടെ വയ്ക്കാം. ഇവിടെ ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കാൻ പറ്റും. എന്തോ ഈ മാറുന്നില്ല. ഇവിടെ എല്ലാവർക്കും ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരാൾക്കൊരു സാധനം കിട്ടിയെന്തോ അവിടെ വയ്ക്കുന്നു. കിട്ടി.
എന്തായാലും ഞാൻ കുറേ പേര് ഇന്നലെ രാത്രി വരാത്തിരുന്നായിരുന്നു എന്തും. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നേരത്തെ ഉറങ്ങിക്കാണും. അങ്ങനെ അയച്ചുള്ളൂ. അയ്യോ എല്ലാം ഫുള്ളായി. ഒരു ക്യാഷ് രജിസ്റ്ററിന് വെക്കണം, അല്ലാതെ കളി നടക്കൂല. അയ്യോ 0.56 2 ടീ ബ്ലാക്ക്. 2 ടീ ബ്ലാക്ക്. ക്രെഡിറ്റ് കാർഡ് തന്നെ ഈ മാവിനും തന്നു 11.56. ടീ ബ്ലാക്ക്. പൈസ ബാലൻസ് കൊടുക്കൊന്നും ആവശ്യമില്ല, പൈസ ഇല്ല. ഇതിലില്ല ബാലൻസ്. ഇതും പൈസ, ബാലൻസ് കൊടുക്കണ്ട. $89 6. പൈസ ബാലൻസ് വേണ്ട. വീണ്ടും ടീ ബ്ലാക്ക്. അയ്യോ എല്ലാം തീർന്നു. അയ്യോ ഞാൻ കട അടച്ചു വിട്ടല്ലെങ്കിൽ SP കുറയും. ഞാൻ ബോക്സിൻ്റെ മണ്ടിയിലാണ് കയറിയിരിക്കുന്നത്. 8.47. $8.44. $45 കൊടുക്കാം. നമുക്ക് അടുത്ത പൈസ അടയ്ക്കണം പെട്ടെന്ന്. നമുക്ക് ആവശ്യമുള്ള വാങ്ങി. 5.78. അയ്യോ 8 അല്ല 78. 5.78 അടിക്കണം. ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാം ഗൈസ്. മറ്റു സാധനം ഉണ്ടോക്കായ ഇനി നമുക്ക് വായിക്കണമെന്തോ. Hello, I'm Shaney. ഇനി അത് വായിക്കണമെന്തോ. ടൂൾസ് വായിക്കണോ അത്. റിക്വയർഡ് ലൈസൻസ് കൗണ്ട് 3 വേണം. 2 എൻ്റെ ഉള്ളൂ. ഒരെണ്ണം കൂടി വായിക്കണം ലൈസൻസിൻ്റെ. പ്രൊഡക്റ്റില്ല. അയ്യോ അടുത്ത ലൈസൻസിൻ്റെ വായിക്കാറായിരുന്നു. മാനേജ്മെൻറ്റ് പർച്ചേസ് 550. ഫ്രിഡ്ജ് അയ്യോ ഇപ്പോൾ ഓപ്പൺ ചെയ്യണ്ട. ഞാൻ എൻ്റെ ഷോപ്പിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ ഇരുട്ടത്ത് കണ്ണ് കാണാൻ പറ്റൂല. ഫ്രിഡ്ജ് ഇത്തിരി വലുതാണ്. നിൽക്ക് നമുക്കിത്ര നീക്കണം ആദ്യം.
ഇനി ഇത് ഇതിന് ബാക്കിലോട്ട് അയ്യോ രണ്ടും ഒരുമിച്ച് വെച്ച് ഇനി നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ ഇനി ഇവിടെ വയ്ക്കും. പിന്നെ വെക്കാൻ പറ്റുന്നുണ്ടാ ഫ്രിഡ്ജ്. അയ്യോ ഫ്രിഡ്ജ് വെച്ച് എങ്ങനെ ഈ സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് നിറക്കട്ട്. ഇതവിടെ എറിഞ്ഞോള്. ഇനി വെള്ളം. അയ്യോ ഈ സൈഡ് നിറഞ്ഞു താഴെ. ഓപ്പൺ ചെയ്തത് ആരെങ്കിലും വരുമോ? ഈ സൈഡ് ആരുമില്ല. എന്താരുമില്ല. അപ്പോൾ ക്ലോസ് ചെയ്യാം. Hello, I'm Shaney. I'm here to say. ഡേ 5 ഉണ്ടായി. സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ. കുറേ സാധനത്തിൻ്റെ ഇത് കുറഞ്ഞു. കുറേ സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ചെയ്തു. കുറച്ച് ചെറിയ മാർക്കറ്റ് പ്രൈസാക്കി. അതിനൊരു ആരോ മാർക്കുണ്ട്. അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. അവിടെ ചെറിയ പ്രോഡക്റ്റ് തന്നെ അല്ല. ഷുഗർ പൗഡർ ആരോ മാർക്ക് റെഡും താഴോട്ടുമാണ്. വേറെ കുറേ രണ്ടെണ്ണം അങ്ങനെ തന്നെ. നമുക്ക് വാങ്ങി ചെന്നിട്ട് പേയ്മെൻറ്റ് പേ ചെയ്ത് കുറച്ചും കൂടി സാധനം വാങ്ങിക്കാം. നമുക്കിന്ന് ഇത്തിരി സാധനം കൂടി വാങ്ങിക്കാം. ഗൈസ് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല പൈസയാണ്. ബ്രെഡ് വേണ്ട. എന്തോന്ന് ചീസൊക്കെ വേണം. ഓയിൽ മാറ്റാം, സെറിയിൽ മാറ്റാം. എന്തിന് അയ്യോ പാസ്തയെ മാറ്റി ഇനി പർച്ചേസ് ചെയ്യാൻ പറ്റും. അയ്യോ എൻ്റെ ഒരു തുള്ളി പൈസ പോലും ഇല്ല. എൻ്റെ ഒരു തുള്ളി പൈസ പോലും ഇല്ല. സാധനം എത്ര ഇല്ല വായിച്ച. മിൽക്ക് കൊണ്ട് വയ്ക്കട്ടെ. ഓക്കെ ഇവിടെ ഫുള്ളാക്കിട്ട് ഇനി ഇത് ത്രോ ചെയ്തിടാം. അവിടെ ഓ 3 ബോക്സ് ഉണ്ട്. 2 ഒന്നുമല്ല. ഇത് ഫ്രിഡ്ജിൽ തന്നെയുണ്ട്. ഷെൽഫിലാണ്. അവിടെ ത്രോ ചെയ്തിട്ടേക്ക്. ഇനി അടുത്ത് ചീസ് ഫ്രിഡ്ജിലായിരിക്കും എന്തായാലും. ഞാൻ നോക്കട്ടെ. ഫ്രിഡ്ജിൽ തന്നെ.
ഇപ്പം ഇവിടെ കുറേ സാധനമുണ്ട്. ഞാൻ ഇതെല്ലാം കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ട്. പർച്ചേസ് ന്യൂ സെക്ഷനാണ്. യൂസ് കമ്പ്യൂട്ടർ ടു എക്സ്പാൻഡ് യുവർ സ്റ്റോർ. ഇനി നമുക്ക് നമ്മളെ കട എക്സ്പാൻഡ് ചെയ്യണം. കട ആദ്യം എക്സ്പാൻഡ് ചെയ്യട്ടില്ലേ? എക്സ്പാൻഡ് ചെയ്യാൻ പൈസ ഇല്ലല്ലോ. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ. അമ്മച്ചി ഞാൻ പ്രൈസ് ഇട്ടില്ല. ക്ലോസ്. അയ്യോ 2 പേര് പറഞ്ഞു. നഷ്ടമായി. അയ്യോ റിമൂവ് ചെയ്യല്. വെല്ല എഴുതാൻ. Hello, I'm Shaney. ഗായ്സ് ഇതെന്തോന്നത്? കോഫി ഡാർക്ക് റോസ്റ്റ് നല്ല പൈസ കിട്ടും. 10.28. ഇനി അടുത്ത് വെള്ളം 2.66. ഓക്കെ. അടുത്ത് മുട്ട. Hello, I'm Shaney. 4.78. ഇനി മിൽക്ക്. രണ്ട് പോയിന്റ് 40. അടുത്ത് മിൽക്കിനൊക്കെ വിലയിട്ട്. ഇനി ചീസ്. $3.40. അവർക്ക് എല്ലാത്തിനും പ്രൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ കയറിയില്ല. ഞാൻ കുറച്ച് കയറി ഇങ്ങോട്ട്. ഈ മാവും കടയിൽ കയറും. കയറിയില്ലേ? ഓപ്പൺ ഇല്ല. ചിലപ്പോൾ വഴിയെ പോണത് ആരെങ്കിലും കയറുമായിരിക്കും. ഏതോ ഒരു മാമിന കടയിൽ കയറി. കുറേ സാധനമുണ്ട്. നല്ല പൈസ കിട്ടും. എൻ്റെയിലും കുറേ സാധനങ്ങൾ വാങ്ങിച്ച്. ഗൈസ് രാത്രിയായി. നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നല്ല പൈസയും കിട്ടി ഗൈസ്. രാത്രിയായിട്ടുണ്ട്. കട അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. എൻ്റെ PC എടുത്തിട്ടേ മാനേജ്മെൻറ്റ് സെക്ഷൻ 1 സെക്ഷൻ എത്രയാണെന്ന്. സെക്ഷൻ 2 2 തൊട്ട് വായിക്കണം. 2 പർച്ചേസ് ചെയ്യാം നമുക്ക്. പിന്നെ അതിന് കുറച്ച് പൈസയും കൂടിയാണ്. അയ്യോ വിലയിട്ടില്ലേ? തിരിച്ചു കൊണ്ടുപോയത്. ഞാൻ വിലയിടാൻ മറന്നതാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ ഇതിന് വിലയിട്ടില്ലേ? ഇനി ഞാൻ സേവ് ചെയ്യാൻ മറന്നു. 3.98.
ഈ മാമനെ കൂടി പൈസ അടിച്ചു വിടാം. നീ അത് ക്ലോസ് ചെയ്യുക. സ്റ്റാർട്ട് നെക്സ്റ്റ് ഡേ. അയ്യോ, കുറേ സാധനത്തിന് വില കൂടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യോ എന്തോ. മ്യൂസിക് പ്ലെയർ, പ്രൈസിങ്, ഓരോന്നിനും പ്രൈസ് ഏതൊക്കെയാണ് ഇടാവുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കട. പുറത്തൊക്കെ കുറച്ച് പെട്ടി ഇടക്കി ഞാൻ കൊണ്ട് കിട്ടുന്നത്. ഞാൻ മിൽക്കൊക്കെ ഓർഡർ ചെയ്തില്ലായിരുന്നു ഗൈസ്. ഞാൻ എല്ലാം ഓർഡർ ചെയ്ത് മാർക്കറ്റിൽ ചെന്നിട്ടില്ല. മിൽക്ക് ഓർഡർ ചെയ്തിട്ട് മിൽക്ക് ഇതും മുട്ട ഓർഡർ ചെയ്തിട്ട് മുട്ടെങ്കിലുണ്ട്. തോടി വാങ്ങുന്നു. ഞാൻ എല്ലാം നിറക്കിട്ട് ഇവിടെ ഇത് പാല്. അല്ലെങ്കിൽ നമുക്കിതൊക്കെ പിന്നെ വയ്ക്കാം. ഞാൻ മുട്ട ബില്ലടിക്കട്ടെ. ഓക്കെ. ബാക്കിൽ രണ്ട് മാവിയാരി സൂപ്പർ. $1 $2 2 കോയിൻ. രണ്ട് മുട്ട, 1 കുപ്പി വെള്ളം. ഇവിടെ വയ്ക്കിട്ട് എന്നാലും വായിക്കൂ. ഇത്രയും പേരും കൂടി മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലോസ് ചെയ്ത് പാലെടുക്കട്ട്. പാല് ഇവിടെ വയ്ക്കാം.
ഇനി ഇതിൻ്റെ സൈഡിൽ ഈ മാമൻ മാറിയാണ്, എനിക്കൊന്നും കാണാൻ പറ്റില്ല ഈ മാമൻ നിൽക്കുന്നത്. എന്നെ ചൂടല്ലേ? അടിയിലത്തെ പെട്ടി എടുത്തപ്പോൾ രണ്ടും കൂടി പതിനൊന്നരയാകുമ്പോ വരെ. അപ്പോഴേ നമുക്ക് 10 ചാർജ് വെക്കണം കേട്ടോ കളിക്ക്. 10 മതി, വെറും 10. ഗൈസ് കുറച്ച് മുട്ട ഇവിടെ തന്നെ നിറച്ച് വയ്ക്കുക. ഞാൻ നിന്റെ തലേമായിട്ട് എല്ലാ വീഡിയോ ആ തലേ ശബ്ദം മാറ്റിയ എല്ലാവരും കാണും. ഇതിപ്പം മലയാളികൾ മാത്രമേ കാണുള്ളൂ. തലേ ശബ്ദം മാറ്റണം, അല്ലെങ്കിൽ മലയാളികൾ മാത്രമേ കാണുള്ളൂ. പെട്ടെന്ന് ഓഫാക്കണം, പെട്ടെന്ന് ഓഫാക്കണം, പെട്ടെന്ന് ഓഫാക്കി, പെട്ടെന്ന് ഓഫാക്കടാ. അതിനടുത്ത് മറ്റേ മഴ ഫോണിപ്പോ ഇങ്ങനെയാണ്. ഞാനിവിടെ ഈ വീട് നമുക്ക് വാങ്ങിയെന്ന് കുഞ്ഞ് ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ടീ ബ്ലാക്ക് ഇല്ലേ, ഇതാ ഈ സാധനം ഇതിന് നല്ല പൈസ കിട്ടും. ഇത് ഫ്രിഡ്ജിലല്ലേ വയ്ക്കാം, ഇത് ഇവിടെ വയ്ക്കാം. ഇതിവിടെ കളാ. അത് കഴിഞ്ഞ് നിങ്ങളും പണ്ട് ഈ വീട്ടിലായിരുന്നില്ലേ? അത് കഴിഞ്ഞ് നമുക്ക് ന്യായ പഠിക്കുന്ന വെച്ചേക്കല്ലേ ക്ലോസ് കഴിഞ്ഞ് അകത്ത് നിന്നിരുന്ന ആൾക്കാരെയും ഇപ്പം ഇതെല്ലാത്തിനും പ്രൈസ് ഇട്ട് മാറാൻ പറ. ചെറിയ ഷോപ്പിംഗ് 240 അല്ല 2.40 240 എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പ്രൈസിന് കിട്ടാ ഷോപ്പിംഗ് നല്ല രസമായിരുന്നു അല്ലേ? അതെ അച്ഛാ. അതിൻ്റെ പ്രൈസൊക്കെ സെറ്റ്. അയ്യോ രാത്രിയായിട്ടും പോയില്ലേ, ഞാൻ ലൈറ്റ് ഇട്ട് അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. പെണ്ണാരിടാ പെണ്ണാരി പബ്ലിരാജൻ്റെ പെണ്ണ്. എല്ലാത്തിനും പ്രൈസ് ഇട്ട് ഇനി കുഴപ്പമില്ല. ഇനി ആരും വേണമെങ്കിലും വന്നു. ഒരു സംശയം, ഇതിന് പ്രൈസ് വെച്ചില്ലായിരുന്നു. ഈ കണ്ണപ്പിലെ വീഡിയോ ഷോപ്പിംഗ് നല്ല രസമായിരുന്നു അല്ലേ? അതെ അച്ഛാ. ഇതിൻ്റെ പ്രൈസിന് 8.57 ഇനി നമുക്ക് കട തുറക്കാം.
ഒരെണ്ണത്തിൻ്റെ മണ്ണേ കയറിയാണ് തറയിൽ വീണിച്ച്. രണ്ട് കുപ്പി വെള്ളം. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണം എക്സ്പാൻഡ് ചെയ്യാൻ ഗൈസ്. 5.32 കുപ്പി വെള്ളവും കുറച്ച് മുട്ടയും. കട അടയ്ക്കാനുള്ള നേരമായിരുന്നു. 9 മണിയായി. നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗൈസ്. ഞാൻ ഈ 2 പേർക്കും കൂടി ബില്ലടിച്ചിട്ട് എൻ്റെ കട അടച്ച് അടുത്ത ദിവസം വന്നിട്ട് ഓക്കെ ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം കട. ഷോപ്പിംഗ് നല്ല രസമായിരുന്നു അല്ലേ? അതെ അച്ഛാ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ ബൈ ബൈ.